السلام عليكم ورحمة الله. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه المجاهدين في سبيل الله. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وما نرسل المرسلين إلا مبشرين ومنذرين فمن آمن وأصلح فلا خوف عليهم ولا هم يحزنون. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, ഇസ്ലാമിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും വിധമുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൈഡ് ലൈൻ എന്തൊക്കെയായിരുന്നു എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടത്. റിസാലത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ വശം യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. റബ്ബിങ്കിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നതാണ് പ്രവാചകന്മാർക്ക് ദൗത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മായിദയിലൂടെ പഠിപ്പിക്കുന്നത്. വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത്ത്. അല്ലാഹു പ്രവാചകന് നൽകിയ റിസാലത്ത് സമ്പൂർണമായും പൂർത്തീകരിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അതിനുവേണ്ടി അധ്വാനിച്ചില്ലെങ്കിൽ നീ നിൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടില്ല. എന്നാൽ ദൗത്യ നിർവഹണ രംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു മുഹമ്മദ് നബിയെ രക്ഷിക്കും. കാരണം ഇസ്ലാമിലെ ഏറ്റവും മുഖ്യമായ ദൗത്യ നിർവഹണം ജനങ്ങളെ ഏകനായ റബ്ബിലേക്ക് ക്ഷണിക്കുക എന്നത് തന്നെയാണ്. അത് എക്കാലത്തും വളരെ പ്രയാസം നിറഞ്ഞ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ഒന്നാമതായി സ്വീകരിച്ച വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആദ്യമായി റിസാലത്ത് ദൗത്യ നിർവഹണം പ്രവാചകൻ നിർവഹിച്ചപ്പോൾ ഒന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമതായി വിശ്വസിച്ചത് അലി റളിയല്ലാഹു അൻഹു. ലോകത്തെ ആദ്യത്തെ രണ്ട് മുസ്ലിങ്ങൾ രണ്ടാമത് എണ്ണാണ് കേട്ടോ. മൂന്നാമതായി സയ്യിദ് റളിയല്ലാഹു അൻഹു. നാലാമതായി സ്വീകരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഈ 4 പേര് തന്നെ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി അവരവർ പ്രബോധനം ആരംഭിച്ചു. ഇതാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങളുടെ സുപ്രധാനമായ ദൗത്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ 5 പ്രമുഖരായ ആളുകളെ അദ്ദേഹം കൊണ്ടുവന്നു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. അതിൽ ഒന്നാമത്തെ ആൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ആൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ്. ഇതൊക്കെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൗത്യം നിർവഹിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്താൽ ആ ദൗത്യം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം. ആരെങ്കിലും എത്തിച്ച കുട്ടികളെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുകയല്ല, നിങ്ങൾ എത്തിക്കണം. കുറേ ആൾക്കാർ ഇങ്ങനെ എത്തിച്ചോലെ കൂടുതൽ ഓലിങ്ങനെ വർത്താനം പറയുമ്പോൾ അവിടെ പോയി ഇങ്ങനെ നിന്ന് കുറച്ച് നേരം ഓലോട് ചിരിച്ച് എന്നിട്ട് ഓലെ കൂടുതൽ ഇങ്ങനെ കൂടി. അപ്പോൾ 4ആയി ഞാൻ ഓല, പിന്നെ 4 ആൾ ഇങ്ങനെ നടക്കുമ്പോൾ മറ്റു ഓരോരുത്തരും ആരെയും കൂട്ടിക്കൊണ്ടുണ്ടായാലല്ല, നീ കൂട്ടിക്കൊണ്ട് നടക്കണം 5 എണ്ണത്തിന്. നിൻ്റെ പ്രബോധനത്തിലൂടെ കൊണ്ടുവരണം. മുമ്പൊരാൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ മഴ ചെയ്തപ്പോൾ കയറി നിന്ന്. ഇപ്പം കുട ഉണ്ടായി, ഞാൻ കുട എടുത്ത് ഇങ്ങനെ കക്ഷത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വേറൊരുത്തം വന്നിട്ട് ആ കുടൻ്റെ ഉള്ളിൽ കൈ വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു, ഒരുത്തം കേട്ടു. അപ്പോൾ ബസ് വന്നപ്പോൾ കുട കൊണ്ടുവന്നോ ബസ് കയറാൻ പോകുമ്പോൾ കുട ഇട്ടില്ല. അപ്പം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇതിൻ്റെ ബയ്യിലൊരുത്തുണ്ട് ഇത് കൊടി പിടിച്ച് വെച്ചിരുന്നത്.
അപ്പോൾ ഇവൻ പറഞ്ഞു പിന്നെ ഇത് നിൻ്റെ കുടയാണല്ലോ പറഞ്ഞു. അവൻ മറ്റോ പറഞ്ഞു നിൻ്റെ കുടയാണ്. ഞാൻ കുറേ നേരമായി ഇത് കഷത്തിൽ വെച്ച് ഉത്തിരിക്കുക. എത്ര നേരമായി ഞാൻ ഇത് കഷത്തിൽ വെച്ച് ഉത്തിരിക്കാൻ തുടങ്ങിയിട്ട്? അവൻ മറ്റവൻ പറഞ്ഞു ഇവൻ്റാണോ? അവൻ പറഞ്ഞു ഇവൻ്റാണ്. അങ്ങനെ രണ്ടാളും കൂടി ഇവൻ്റെ ബസ്സും പോയി, മറ്റവൻ്റെ ബസ്സും പോയി. കക്ഷം വിടാൻ ഞാൻ കുടട്ടൂല്ലോ. അവസാനം ഒരാൾ പഞ്ചായത്തുകാരനായി. ഓൻ വന്നിട്ട് ഓൻ പറഞ്ഞു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം മറ്റവൻ പറഞ്ഞു ഞാൻ കുറേ നേരമായി ബസ് കത്തിക്കാണ്, കക്ഷത്തിൽ കൊടിയും വെച്ചിട്ട്. ഇവൻ കക്ഷം കൊണ്ടേ ഇതിൽ വെച്ചിട്ടുള്ളൂ. മനസ്സിലായില്ല? അങ്ങനത്തെ എമ്മസങ്ങളാവരുത്. മനസ്സിലായില്ല? ഇതിൻ്റെ ഉള്ളിൽ കൈ കൊണ്ട് വെച്ചിട്ടേ അതല്ല. നിങ്ങൾ ആദ്യം കുട വാങ്ങണം, എന്നിട്ട് നിങ്ങൾ കക്ഷത്തിൽ വെക്കണം. എന്നിട്ട് ഇത് കച്ചറായപ്പോഴോ മറ്റോ മൂന്നാമത്തോ ചെയ്ത പണി എന്താ അറിയുള്ളൂ? എന്താ പ്രശ്നം? അവൻ കക്ഷത്തിൽ ഇപ്പം ഞാൻ അങ്ങനെ വെച്ച് കുടയും വെച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പം വന്നതിൻ്റെ ഉള്ളിൽ കൊണ്ടേ കക്ഷം വെച്ചത്. അപ്പം നിങ്ങളെ പ്രശ്നം കക്ഷമാണോ എന്ന് ചോദിച്ചു. അതാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്തു? വിടുക അറിഞ്ഞു. വിട്ടിട്ട് ഓൻ കുട കക്ഷത്തിൽ വെച്ചിട്ട് ഇപ്പം ആരെ കക്ഷത്തിലാണ് കുട വെച്ചു. അപ്പോൾ ഇപ്പം പറഞ്ഞത് എന്താ അറിയോ? ഇപ്പം എൻ്റെ കക്ഷത്തിലാണല്ലോ കുട, അപ്പോൾ കുട എൻ്റെതാ. നിങ്ങളൊക്കെ പ്രശ്നം കക്ഷമാണല്ലോ എന്നതുപോലെ കുറേ ആൾക്കാർ ഇപ്പം നമ്മളെ കൂടുത്തുന്ന കക്ഷത്തിൽ സ്വന്തം കുട വാങ്ങാണ്ട് വെച്ച് ഓലൊക്കെ പോയിക്കണം. ഇനി അതുകൊണ്ട് നിങ്ങളും അതേ പണിയെടുക്കണ്ട. മനസ്സിലായില്ല? ഞാൻ പറയുന്നത് തിരിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതല്ല ദൈവത്ത്. നിങ്ങൾ 5 ആളെ കൊണ്ടുവരണം. കൊണ്ടുവന്ന ആൾക്കാരെ നിങ്ങൾ കക്ഷം വെച്ച് കൊടിയും വെച്ച് വലിച്ചുകൊണ്ടോണ്ട. 5 എണ്ണത്തിന് ഒരാൾ കൊണ്ടുവരിക ഇവിടെ നിന്നത് കഴിഞ്ഞ് പോയാൽ കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ കൃത്യമായ വ്യക്തിത്വം വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം എന്തായിരുന്നു എന്നറിയാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ മാത്രം അങ്ങയുടെ കയ്യിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം വിജ്ഞാനങ്ങളാണ്, എന്തെല്ലാം സംസ്കാരങ്ങളാണ്, എന്തെല്ലാം ജീവിത വിശുദ്ധിയാണ് പ്രവാചകൻ്റെ കയ്യിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സുന്നത്തിഹി, പ്രവാചകൻ്റെ സുന്നത്തിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മഅരിഫത്തു റഅ്സ മാലി, എൻ്റെ മുതൽ ഏറ്റവും അടിസ്ഥാനപരമായ എൻ്റെ സമ്പത്ത് വിജ്ഞാനമാണ്. റസുമാൽ എന്താണ്? മഅരിഫത്താണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ അറിവാണ്. അറിവില്ലാത്തവന് ഇസ്ലാമിൽ കിട്ടിയിട്ട് കാര്യമില്ല. അറിവ് വേണം. അറിവില്ലാതിരുന്നാൽ ബാക്കിയുള്ള ആളുകൾ പറയുന്ന എന്താ വെച്ചാൽ അതിനനുസരിച്ച് പോണ്ടി വരും. എല്ലാ അറിവും അറിവാണ്. പക്ഷെ നമുക്കുണ്ടാവേണ്ട ഒരു അറിവ് ഏതാ? ഇസ്ലാമിനെ കുറിച്ച് അടിസ്ഥാനപരമായ അറിവുണ്ടാവണം. ആരാണ് അള്ളാഹ്? എന്താണ് ഈ പ്രപഞ്ചം? ഈ പ്രപഞ്ചത്തിൽ എൻ്റെ ബാധ്യത എന്താണ്? ഞാൻ എന്തിന് വന്നതാണ്? ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ അറിവുണ്ടാവണം. അതാണ് അൽ മഅരിഫത്തു റഅ്സ മാലി വൽ അഖ്ലു അസ്ലു ദീനി, ബുദ്ധി എൻ്റെ മതത്തിൻ്റെ അടിത്തറയാണ്. എന്താ പറഞ്ഞത്? ബുദ്ധി എൻ്റെ മതത്തിൻ്റെ അടിത്തറയാണ്. ബുദ്ധി വേണം, അറിവ് വേണം. അപ്പോൾ ബുദ്ധി ഉണ്ടാവണം. എന്ത് വേണം? ചിന്ത വേണം. റസൂലുള്ളാഹ് നയിക്കുന്നു അത്തഫക്കുറു ഫീ സഅത്തിൻ, ഒരു മണിക്കൂർ തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈല, ഒരു ദിവസം മുഴുവനും നിങ്ങൾ രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രതിഫലാർഹമായ കാര്യം 1 മണിക്കൂർ നിങ്ങൾ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഒരൊറ്റ മണിക്കൂർ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നതും രാത്രി മുഴുവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നതും ഏതാണ് ഏറ്റവും ഉപകാരപ്രദവും ഉത്തമവും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 1 മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കലാണ്. അജണ്ട വെച്ച് കൃത്യമായി റബ്ബിനെ കുറിച്ച് അറിയുകയും ചിന്തിക്കുകയും ചെയ്യുക, അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. വൽ ഹുബ്ബു അസാസി, സ്നേഹം എൻ്റെ അടിസ്ഥാന ശിലയാണ്. സ്നേഹം വേണം, പരസ്പരം സ്നേഹിക്കണം. കേട്ടോ, ലവ് അല്ലേ? അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട്. അത് മൊബൈലുള്ളവനൊക്കെ ഹുബുണ്ട്, അത് നല്ല ഹുബിലല്ല. പിന്നെ വേറുണ്ട്, ഈ ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. മനസ്സിലല്ലേ? നമ്മൾ MSMൻ്റെ ആൾക്കാർക്ക് ആ ഹുബ് വേണ്ട. നമ്മൾക്ക് പരസ്പരം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ പരസ്പരം സ്നേഹിക്കണം, പാരപണിയാതെ. ഇസ്ലാമിൻ്റെ ഉഹവത്ത് ഉണ്ടാവണം, ഏകോദര സാഹോദര്യം. കേട്ടോ, ഒരു കാരണവശാലും ഒരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയരുത്, ചെയ്യരുത്, സംസാരിക്കരുത്.
അതൊരു ഹുബ്ബാണ്. തൻ്റെ സുഹൃത്തിനെ പറ്റി മോശമായി മറ്റൊരാളുടെ മുമ്പിൽ വിശദീകരിക്കരുത്. ഒരു വിദ്യാർത്ഥിക്കുണ്ടാവേണ്ട ഗുണമാണ്. തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ കേട്ടത് പാതി കേൾക്കാത്തത് പാതി പ്രചരിപ്പിക്കരുത്. അത് സ്നേഹക്കുറവിൻ്റെ അടയാളമാണ്. ആരെക്കുറ്റിയും പാടില്ല. വിദ്യാർത്ഥി കാലത്ത് ആരംഭിക്കണം ഇത്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മിനൽ മഹ്ദി ഇലൽ ലഹ്ദ്, തൊട്ടിൽ മുതൽ ചുടല വരെ ഖബറും കാട്ടിലേക്ക് പോകുന്നതുവരെയുള്ള വിശദീകരണമാണ് ഇസ്ലാം നടത്തിയത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇവിടെ പരസ്പരം സ്നേഹിക്കേണ്ടത് എന്തിനാണ്? ആദ്യം സ്നേഹിക്കേണ്ടത് ആദർശത്തെ, ആദ്യത്തെ സ്നേഹം. ഹുബ് ആദ്യം ഉണ്ടാവേണ്ടത് ആദർശത്തോടാണ്. ആദർശമുള്ള ആളുകളെ സ്നേഹിക്കണം. ആദർശമില്ലാത്ത ആളുകളെ സ്നേഹിക്കൽ നമ്മളെങ്ങനെ? ആദർശമുള്ളവർ തമ്മിൽ എങ്ങനെ സ്നേഹിക്കുക? അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വറഹ്മത്തുള്ള. ഒന്ന് അധികം കൊടുത്തില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൊടുത്തില്ല? അധികം ഒന്നധികം കൊടുത്തില്ലേ? ഇങ്ങനെ നിങ്ങൾ ആദർശമുള്ളവരെ, നേരെ മറിച്ച് ആദർശമില്ലാത്തോലോ ഓല് സലാം ചെല്ലാൻ വരൂല അല്ലേ? അല്ലെ പിന്നെ ഗൾഫിലൊക്കെ പോയി വരുന്നോണായിരിക്കണം. ഗൾഫിലുള്ളവർക്ക് ദീനുണ്ടാവില്ല. ആകെ ഉണ്ടായ രണ്ട് വാക്കാ, ഒന്ന് മാഷാ അല്ലാ, ഒന്ന് ഇൻഷാ അല്ലാ, ഒന്ന് ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, അസ്സലാമു അലൈക്കും. 3 എണ്ണം, ഒന്നധികമായി കേട്ടോ. ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, അസ്സലാമു അലൈക്കും. ഓൻ്റെ ദീൻ കഴിഞ്ഞ്. ഓനിങ്ങനെ ഫോണൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഗൾഫുകാരന് ഫോൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്തുണ്ട്, നമ്മൾ വിചാരിക്കും പടച്ചോനെ ഭയങ്കര ദീനിൻ്റെ കൊട്ടൻ കേട്ടോ, എന്ത് വാക്കിനും ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അതിങ്ങനെ മണിച്ച് വിടും ചെയ്യും. തിലാവത്തിൻ്റെ ഓത്തിൻ്റെ നിയമമൊക്കെ പഠിച്ച മാതിരിയാണ്, തജ്വീദൊക്കെ പഠിച്ച മാതിരി ഇൻഷാ അല്ലാ, മാഷാ അല്ലാ. അവിടെ എത്രയാണ് അതിൻ്റെ പിന്നെ നീട്ടേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നീട്ടിയാൽ മൂപ്പര് പറയാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള ഹുബ്ബേ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ? മിക്കവാറും നമുക്ക് കണ്ട എന്താ പറയുക, കുട്ടികൾ തമ്മിൽ അസ്സലാമു അലൈക്കും എന്നാ MSMൻ്റെ കുട്ടികൾ പറയേണ്ട അസ്സലാമു അലൈക്കും. അതാണ് ഇസ്ലാമിൻ്റെ തഹിയ്യത്ത്, അതാണ് ഗൈഡ് ലൈൻ അല്ലേ? അങ്ങനല്ലേ? നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യണം? സലാം കൈമാറും ചെയ്യണ്ടേ? പരസ്പരങ്ങൾ എന്താ ചെയ്യുക? ഹലോ, ഗുഡ് ഈവനിങ്, എന്താ ഇനി വേറെ പൊങ്ങിയുണ്ട്? അതും കുണ്ടി മാത്രമല്ല പൊങ്ങിയത് അതെ, ഗുഡ് മോർണിംഗ്. അത് മുമ്പ് ജാഹിലിയത്തിൽ അങ്ങനെയായിരുന്നു. അൻഇം സബാഹ, അൻഇം മസാ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് പകരം അറബികൾ അതേ ഉപയോഗിച്ചിരുന്നത്. അത് ഇസ്ലാം വന്നു, ഗൈഡ് ലൈൻ കൊടുത്തു, റസൂലുള്ളാഹി പഠിപ്പിച്ചു. സ്നേഹത്തിന് എന്ത് വേണം? പരസ്പരം സ്നേഹം. ഇഫ്ഷുസ്സലാമ ബൈനക്കും, പരസ്പരം സലാം കൈകാര്യം ചെയ്യണം നല്ലോണം. കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അല്ലാഹ് കണ്ടതിൽ സന്തോഷം, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നാവ് എപ്പോഴും അള്ളാൻ്റെ കലാമുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേണ്ടാത്ത മൊബൈൽ വരുമ്പോൾ എനിക്ക് വേണ്ട, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ബന്നൊന്നും നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞ കോലത്തിലേക്ക് നിങ്ങളിങ്ങനെ മാറാൻ തുടങ്ങും. കാരണം എന്താ അറിയോ? നിങ്ങളെ കൽബിൻ്റെ ഉള്ളിലേക്ക് എന്ത് കയറും? ഇസ്ലാം കയറും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ഗൈഡ് ലൈൻ, അത് കയറാൻ തുടങ്ങും. അപ്പോൾ കൽബിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ വാഹനത്തിൽ കയറുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥന നിർവഹിച്ച് വണ്ടി ഇങ്ങനെ ഓട്ടി പോകുമ്പോൾ നമുക്ക് കാണാൻ പാടില്ലാത്തൊരിടം കണ്ടാൽ നമ്മൾ നോക്കില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ച് വണ്ടി കയറിയതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ പ്രാർത്ഥനയുമായി ഇറങ്ങിയൊരു കുട്ടിക്ക് തെറ്റുകളിലേക്ക് കടക്കുമ്പോൾ അവന് തെറ്റ് വന്നു പോയാൽ തന്നെ തദക്കറു, ഓർമ്മ വരും, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരണം. അങ്ങനെ നിങ്ങൾ പരസ്പരം കുട്ടികൾ തമ്മിൽ സ്നേഹിക്കണം. ആ സ്നേഹം നമ്മളുടെ ധാർമ്മികമായ ബോധത്തിലൂടെ ആകുമ്പോൾ ആദർശം നമുക്ക് കൊടുക്കാൻ കഴിയും. ഒരു കുട്ടി ഇവിടുന്ന് വീട്ടിൽ പോയാൽ, ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോയാൽ 5 കുട്ടികളെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടാക്കിയത് 5 എണ്ണമാണ്, ഞാൻ 10 എണ്ണം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ഇവിടെ ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് മെസ്സേജുകളും കിട്ടാൻ പോവുകയാണ്. അതൊക്കെ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് എന്താണ് ഇസ്ലാം ഞാൻ ഒന്നുകൂടി പറയട്ടെ. അശൗഖ് മർക്കബി, പ്രതീക്ഷൻ്റെ വാഹനമാണ്. പ്രതീക്ഷ വേണം ജീവിതത്തെക്കുറിച്ച്, ആഖിറത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്. വശൗഖ് മർക്കബി വദിക്റുല്ലാഹി അനീസി, അള്ളാഹിൻ്റെ ഓർമ്മ എൻ്റെ കൂട്ടുകാരനാണ്. കയ്യോ ഗൈഡ് ലൈൻ, അള്ളാഹുവിൻ്റെ ഓർമ്മ എൻ്റെ കൂട്ടുകാരനാവണം. എന്ത് വേണം? ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എന്ത് ചെയ്യണം? ദിക്ർ വേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൈഡ് ലൈൻ തന്നപ്പോഴേ 1000 നന്മ എഴുതുന്ന, 1000 തിന്മ നശിപ്പിക്കുന്ന ഒരൊറ്റ ദിക്റുണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അറിയോ? 1000 നന്മ നമുക്ക് എഴുതും, നമുക്ക് വേണ്ടി എഴുതും.
1000 തിന്മ നമ്മൾ നൊഴിഞ്ഞു പോവും. എന്താണത് അറിയോ? എന്താ? ഒരൊറ്റ വാക്ക. 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ദിവസത്തിൽ 100 പ്രാവശ്യം ഉച്ചരിക്കുന്ന ഒരാൾ 1000 നന്മ എഴുതപ്പെടും, 1000 തിന്മ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. ഒറ്റ കിട്ടലല്ലേ 1000 നന്മ. അങ്ങനെ വലുതാകണം. നമ്മളിപ്പോൾ സാധാരണ ചെടിക്കൊക്കെ തീയിട്ട് വലുതാക്കണ മക്കളപ്പള്ളമൊക്കെ അടിയിൽ വളം വെക്കുന്നതിന് പകരം തീയാടുന്നത്. എല്ലാ സ്ഥലത്തും തീയാണ്, ചൂടുള്ള തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മളെ മക്കളുള്ളത്. നന്നായി പോയാൽ പോയി, ലക്കിന് കിട്ടിയ ഹക്കിൽ മുബീന്. ഇത്രേ ഉള്ളൂ. കിട്ടിയാ കിട്ടി, പോയാൽ പോയി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ദൃഢവിശ്വാസം എൻ്റെ നിധിയാണ്. ദുഃഖം എൻ്റെ കൂട്ടുകാരനാണ്. എടുക്കോ? റസൂലുള്ളാഹിൻ്റെ കൂട്ടുകാരൻ ആരാണ്? ദുഃഖം. നമ്മളെ കൂട്ടുകാരനോ? അടിച്ചുപൊളി. എപ്പോഴും അടിച്ചു പൊളിക്കുക. അടിപൊളിയല്ലേ ലൈഫ് തന്നെ. അടിച്ചു പൊളിക്കുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇതെന്താ കുരങ്ങോ? അങ്ങനെ ഉണ്ടായാലും കുരങ്ങനാ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഉണ്ടോ? നമുക്കങ്ങനല്ലേ? നമ്മൾ ബുദ്ധിപൂർവ്വമാണ്. കാരണം നമുക്ക് തഫക്കുറുണ്ട്, ചിന്ത ഉണ്ട് അല്ലേ? നമുക്ക് അക്കലുണ്ട്, ബുദ്ധി ഉണ്ട് അല്ലേ? അങ്ങനല്ലേ? സാധാരണ ഒരു കുരങ്ങെന്ന് പറയുന്ന സാധനം നമ്മൾ ഡാർവിൻ പറഞ്ഞെന്താ? നമ്മളെ വല്യാപ്പയാണ്, നമ്മളെ നേരെ എളാപ്പ കുരങ്ങ്, നമ്മളെ വാപ്പ വല്യാപ്പ എന്നാണ് ഡാർവിൻ്റെ കണക്ക് പ്രകാരം. പക്ഷേ നമ്മളെ നേരെ താഴത്തുള്ള തലമുറയുള്ള ആളില്ലേ, തലമുറയുള്ള കുരങ്ങ്, അതിൻ്റെ ഒരു കുട്ടിനെടുത്തിട്ട് വെള്ളത്തിലിടുക, നീന്തി അക്കരങ്ങൾ പോകും അല്ലേ? അതിൻ്റെ തലമുറ, മുതിർന്നൊരു തലമുറ ഉണ്ടല്ലോ, അതിൻ്റെ മൂത്ത, അതിന് കഴിവ് കൂടുകയുള്ള വേണ്ടത്. അത് ഉമ്മ പറ്റൊരു കുട്ടിനെടുത്ത് വെള്ളത്തിലിടുക, അവര് വെള്ളത്തിലിടണ അരിയാവും. താങ്ങൂലേ? പോലേ? രണ്ട് ഇതാ. അപ്പം അതൊന്നും വിവരമില്ലാണ്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു താറാറുണ്ട്. മൊയ്ലിയന്മാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും സാധാരണക്കാരായാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വാശിമേൽ അവിടെ പിടിച്ചിരിക്കുക ചെയ്യുക. മനസ്സിലായോ? കുരങ്ങ് മണ്ണുടുപ്പിനെ പിടിച്ചാൽ വിടൂല. അങ്ങനെയാണ് മനുഷ്യന്മാർ. ഇപ്പോൾ പറയുന്നതിന് മുമ്പ് 100 ആവർത്തി ആലോചിക്കണം എന്താ പറയേണ്ടതെന്ന് കേട്ടോ. അതാണ് ബുദ്ധി കേട്ടോ. ദുഃഖമാണ് എൻ്റെ കൂട്ടുകാരൻ. നമ്മളെ കൂട്ടുകാരനോ? നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും, നമ്മളെ വാപ്പ നമുക്ക് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല നമ്മളെ. എല്ലാ കുട്ടികളും എക്സ്കർഷൻ പോകുമ്പം എക്സ്കർഷൻ തന്നെ വാപ്പ പൈസ എന്ന് വലിയ ഉപകാരം എന്നല്ല പറയാം. എക്സ്കർഷൻ പൈസ എന്നത് 1000 രൂപ, 1000. എല്ലാ കുട്ടികൾക്കും 10,000 രൂപ. പിന്നെ എല്ലാവർക്കും വണ്ടി ഉണ്ട്, ഭയങ്കര വണ്ടി, 45,000. നമ്മളെ വാപ്പുണ്ട് ഒരു കിഴങ്ങൻ, ഒന്നിനും കൊള്ളൂല. അപ്പം നിങ്ങൾക്ക് ദുഃഖമാണ് എപ്പോഴും. നിങ്ങളെ കൂട്ടുകാരൻ ദുഃഖമാണ്. നിങ്ങൾ ചിന്തിച്ചൊക്കെ തെറ്റാണ്. എൻ്റെ ഉപ്പാനെ പറ്റി ചിന്തിച്ച് തെറ്റായിപ്പോയി, അത് വളരെ സ്നേഹമില്ലാത്ത ചിന്തയായിപ്പോയി എന്ന് ചിന്തിക്കണ്ടേ? എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പോറ്റി വളർത്തിയത്. അവരൊരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം അവർക്കൊരു ചെറിയ ഉപകാരം കിട്ടാൻ ഞാൻ വളരണം. ചിന്തിക്കുക. ഞാൻ കൂടുതൽ വിവരിപ്പിക്കുന്നില്ല, എനിക്കും എൻ്റെ സുഹൃത്തിനും പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി ഭാഗം മാത്രം ഞാൻ പറയുകയാണ്. വൽ ഇൽമു സിലാഹി, അറിവ് എൻ്റെ ആയുധമാണ്. ക്ഷമ എൻ്റെ തട്ടമാണ്. എൻ്റെ തട്ടം തന്നെ സബറാണ്. ഇതൊക്കെ വിശദീകരിക്കേണ്ട ഒരുപാട് വലിയ വിഷയമാണ്, വലിയ വിഷയമാണ് അല്ലേ? തൃപ്തി എൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. മനസ്സിനോട് ഞാൻ ചേർത്ത് വെക്കുന്ന സമ്പത്താണ് ഉള്ളിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. വൽ അജ്സു ഫഖ്രി, എനിക്ക് കഴിവുകേടാണ് എൻ്റെ അഭിമാനം. അക്കൾ പഠിക്കേണ്ട വാക്കാട്ടോ. നമ്മൾ ഒന്നിലും കഴിവില്ലാത്തവരും പറഞ്ഞു പറയില്ല. അറിയോ കുട്ടികൾ? വെറുതെ വാപ്പ വയ്ക്കുക, എനിക്ക് ആ പീടി അറിയോ? അറിയാലോ. എന്നിട്ട് പുറത്ത് പോയിട്ട് എല്ലാ പീടിയും ഇവിടെ ഇടുന്നു വേറെ ഉള്ളവരോട്, ബാപ്പനോട് ചോദിച്ചാൽ പറയോ? അത്ര വിവരം കുറഞ്ഞാ. ഒരു നിൽക്കുള്ള ചിന്ത വേണ്ടേ? എന്താ അവിടെ ഇപ്പം ചോദിച്ചൂടെ? എൻ്റെ അപ്പല്ലേ? നാട്ടുകാരോട് ചോദിക്കണേ ഈ ആ പീടിയുടെ നിന്ന്. ഇവിടുന്ന് പറയാം വലിയ അറിവുള്ളവനായിട്ട്. എടാ എന്ത് കാര്യമോ അതെനിക്കറിയാം, അതും എനിക്കറിയാത്തൊന്നുമില്ല. നമ്മളെല്ലാം മറിഞ്ഞ് കുത്തിരിക്കുക. നമ്മളെ മാഷിക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അപ്പോൾ അറിവില്ലായ്മയാണ് എൻ്റെ അഭിമാനം. ത്യാഗമാണ് എൻ്റെ തൊഴിൽ. എഴുതിച്ചോളി, ത്യാഗേ. ഇവിടൊക്കെ പന്തേ ദേശം വെയിലുണ്ടാമേ. അടുത്തുള്ള ഞാനില്ല കേട്ടോ, വെറും വെയിലാണ് അവിടെ. ഞാൻ വിചാരിച്ച് നല്ല ഉഷാറാവുന്നു. നോക്കുമ്പോൾ അവിടെ നിന്ന് അടിച്ചു വയ്ക്കാൻ കഴിയില്ല. അവിടെ ഇവിടെ നിസ്കാരും ഓല് കുറേ താടി വെച്ച ആൾക്കാരും ഇതൊക്കെ നിങ്ങൾ കൂട്ടിക്കൊടുത്തപ്പോൾ പറയുന്നുണ്ടാവും ചിലവര്. പക്ഷേ ആ ജാതിയൊക്കെ പോയി പോട്ടെ. വൽ യഖീനു ഖുവ്വത്തി,
ദൃഢവിശ്വാസം എൻ്റെ ശക്തിയാണ്. വസ്സിദ്ഖു ശഫീഇ, സത്യസന്ധത എൻ്റെ ശുപാർശയാണ്. വത്താഅതു ഹസ്ബി, വിനയമുണ്ടല്ലോ അതെൻ്റെ തറവാടിത്താണ്. വിനയം എൻ്റെ തറവാടിത്താന്ന് വാക്ക് ഉപയോഗിക്കാൻ പോലും കൂടി മക്കളോട് കഴിയില്ല. അയ്യോ. വൽ ജിഹാദു ഖുൽഖി, ധർമ്മസമരം എൻ്റെ സ്വഭാവമാണ് കേട്ടോ. വഖുറത്തു ഐനി ഫിസ് സലാഹ്, എൻ്റെ കണ്ണിന് കുളിർമ ലഭിക്കുന്നത് നമസ്കാരത്തിലൂടെയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൈഡ് ലൈനിൽ ചെറിയ ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്. എനിക്കും അബ്ദുസ്സലാം മോങ്ങത്തിനും അനുഭവിച്ച സമയം വളരെ പരിമിതമാണ്. ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. ഞങ്ങൾ രണ്ടാൾ 4-2 ടിക്കറ്റൊക്കെ എടുത്താണ്. അതുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ എടുക്കണേ. അതെടുത്ത് നിങ്ങളും ഞാനും പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ അള്ള തൃപ്തിപ്പെടുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ വലത് ഭാഗത്ത് കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗത്തിൽ കയറാൻ ഈ ഒത്തുകൂടൽ അള്ളാഹു നമുക്കതിന് അവസരവും അനുഗ്രഹവുമായി നമ്മളുടെ കൂടെ മയ്യത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഉണ്ടാക്കി തരട്ടെ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.